Hi everybody, I am Dr. Pradeep Kumar Shanai, C, Consultant Rheumatologist, Amrita Multi-Specialty Clinic, അത്താവർ മാംഗ്ലൂർ. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്താവർ KMCക്ക് എതിർവശമുള്ളതും ചക്രപാണി അമ്പലത്തിന് സമീപമുള്ളതുമായിട്ടുള്ള അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നിന്നാണ്. ഈ എപ്പിസോഡിൽ ഞാൻ കാഞ്ഞങ്ങാട് എങ്ങനെ പ്രാക്ടീസ് തുടങ്ങിയെന്നും അവിടെ സഞ്ജീവനി ഹോസ്പിറ്റലിൽ എന്നെ കണ്ട ഒരു പേഷ്യൻ്റെ ഹിസ്റ്ററിയും ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഞാൻ പയ്യന്നൂർ സഭ ഹോസ്പിറ്റലും BKM ഹോസ്പിറ്റലും രണ്ടാമത്തെയും നാലാമത്തെയും ശനിയാഴ്ച എല്ലാ മാസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പം വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നൊരു പേഷ്യൻ്റാണ് എന്നോട് പറഞ്ഞത്, എൻ്റെ മരുന്ന് കഴിച്ച് അദ്ദേഹത്തിന് വളരെയധികം സുഖം വന്നപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറിന് കാഞ്ഞങ്ങാട് ഒരു പ്രാക്ടീസ് തുടങ്ങിക്കൂടെയെന്ന്. അപ്പം ഞാൻ പല ഹോസ്പിറ്റലിൽ അന്വേഷിച്ചപ്പം സഞ്ജീവനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മിസ്റ്റർ ഗംഗാധരൻ, പ്ലാങ്കു ഗംഗാധരനാണ് എന്നോട് പറഞ്ഞത്, താങ്കൾക്ക് ഇവിടുത്തെ ഡയറക്ടറുമായിട്ട് സംസാരിക്കാമെന്ന്. അപ്പം മിസ്റ്റർ പ്ലാങ്കു ഗംഗാധരൻ പയ്യന്നൂർ എന്നെയും കൂട്ടിയിട്ട് അവിടുത്തെ ഡയറക്ടറായിട്ടുള്ള നാരായണൻ സാറിനെ കാണാൻ പോയി. അപ്പം നാരായണൻ കുളങ്ങര സാറും പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു റുമറ്റോളജിസ്റ്റിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം നിങ്ങൾ വന്നത് വളരെ നന്നായെന്ന്. അങ്ങനെയാണ് എല്ലാ മാസവും ഒന്നാമത്തെയും മൂന്നാമത്തെയും ഞായറാഴ്ച ഞാൻ കാഞ്ഞങ്ങാടിലെ സഞ്ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ഹൃദയാലയയിൽ പ്രാക്ടീസ് തുടങ്ങിയത്. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്, എന്നെ കാണാൻ വന്ന ഒരു പേഷ്യൻ്റെ ഹിസ്റ്ററിയാണ്. 34 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്. ഞാൻ നോക്കുമ്പം അദ്ദേഹത്തിന് നടുവിൽ കുറച്ചൊരു വളവ് പോലെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, താങ്കളുടെ പ്രശ്നം എന്താണ്? അപ്പം പറഞ്ഞു, നടുവിന് ഭയങ്കര വേദനയാണ് സാറേ, രാത്രി വളരെ കൂടുതലായിട്ടുള്ള വേദനയാണ്, രാവിലെ എണീക്കുമ്പം നടുവിന് നല്ലൊരു സ്റ്റിഫ്നെസ്സും വേദന കൂടിയിരിക്കും, രാത്രി ബെഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എക്സാമിനേഷൻ ടേബിളിൽ പോയിട്ട് കിടന്നോളും, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് എക്സാമിനേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം കണ്ടത് നഖങ്ങളിൽ ചില മാറ്റങ്ങളാണ്. അതായത് നമ്മൾ സൊറിയാറ്റിക് ആർത്രൈറ്റിസിൽ സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ് പോലത്തുള്ള ചേഞ്ചസ്, സബ്ബൈങ്കൽ ഹൈപ്പർ കെരാറ്റോസിസ്, പിറ്റിംഗ് നെയിൽസ്, വനൈക്കോലസിസ്, അങ്ങനത്തെ ചില ചേഞ്ചസാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ ഈ നെയിൽ ചേഞ്ചസ് കണ്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് മുമ്പ് ചർമ്മത്തിൽ എവിടെയെങ്കിലും സോറിയാസിസ് ഉണ്ടായിരുന്നോ എന്ന്? അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സോറിയാസിസ് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കി. അതായത് ചെവിൻ്റെ ബാക്കിൽ, കഴുത്തിൻ്റെ ബാക്കിൽ, നമ്മളുടെ കക്ഷങ്ങളിൽ, നമ്മുടെ അംബ്ലിക്കസിന് ചുറ്റും, പിന്നെ ഗുദദ്വാരത്തിന് ചുറ്റും ഒക്കെ ഞാൻ നോക്കി. അവിടെ എവിടെയും സോറിയാസിസ് ഇല്ലായിരുന്നു. പിന്നെ സോറിയാസിസ് വ്യക്തമായിട്ട് കാണുന്ന കൈയിൻ്റെയും കാലിൻ്റെയും മുട്ടിലും നോക്കി. പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ നടുവിനല്ലാണ്ട് കൈയിൻ്റെയും കാലിൻ്റെയും ഏതെങ്കിലും ജോയിൻറ്റിന് വേദന ചോദിച്ചു. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ പെയിൻ ഒരു ഇൻഫ്ലമേറ്ററി നേച്ചറാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബെഡിൽ തിരിഞ്ഞെടുക്കാനുള്ള പ്രയാസം, രാവിലെ എണീക്കുമ്പം പിന്നെ നടുവിനുള്ള വേദനേൻ്റെ ആ ഒരു സ്റ്റിഫ്നെസ്സും അതിനോട് കൂടെയുള്ള നടുവിൻ്റെ വേദന കൂടുന്നതും. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി, കുറച്ച് കഴിഞ്ഞ് വെയിൽ വരുമ്പം ഈ വേദനക്കും സ്റ്റിഫ്നെസ്സിനും കുറച്ച് കുറവുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൻ്റെ ഫീച്ചേഴ്സാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, വേദനയുടെ ഗുളിക കഴിക്കുമ്പം ഈ വേദന നല്ലോണം മാറുന്നും കൂടി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മിക്കവാറും താങ്കൾക്ക് പിന്നെ ഒരു സ്പോണ്ടലോപത്രോപ്പത്തി ഉണ്ടാവാനുള്ള ചാൻസസ് ആണുള്ളത്, അത് മിക്കവാറും സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്തു. അതിൽ HLA-B27 എന്ന് പറഞ്ഞൊരു ജീൻസ് ഉണ്ടായിരുന്നു. കാരണം സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ളവരിൽ 25% പേർക്കും, ആങ്കൈലോസിംഗ് സ്പോണ്ടൈറ്റിസ് ഉള്ളവരിൽ 90% പേർക്കും HLA-B27 ജീൻ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഞാൻ അദ്ദേഹത്തിന് MRI, പിന്നെ സേക്രോഇലിയാക് ജോയിൻറ്റ് ചെയ്യാനും പിന്നെ തൊറാക്കോ ലംബാർ സ്പൈനിൻ്റെ സ്ക്രീനിങ് MRI ചെയ്യാനും വേണ്ടി എഴുതി കൊടുത്തു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അതോടുകൂടി തന്നെ അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇറ്റോറികോക്സികം എന്ന ഗുളിക 2 ആഴ്ച കൂടി കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം തിരിച്ച് വന്നപ്പം, ഞാനൊരു ടെസ്റ്റും കൊണ്ട് തിരിച്ചു വന്നപ്പം ഞാനൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ വിരലുകൾ വീങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് ഡാക്ടിലേസ് ഉണ്ടായിരുന്നു.
ഈ ഡാക്ടിലൈറ്റിസ് എന്ന് പറഞ്ഞത് നമ്മളുടെ വിരലുകളുടെ എക്സ്റ്റൻസർ ടിനോസൈനോവൈറ്റിസ് കൊണ്ടുണ്ടാകുന്ന നീർക്കെട്ടാണ്. അതും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രണ്ടാമത്തെ തവണ അദ്ദേഹം വന്നപ്പോഴാണ് അത് കുറച്ചും കൂടി നോട്ട് ചെയ്തത്. അപ്പോൾ അത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ HLA-B27 പോസിറ്റീവായിരുന്നു. പിന്നെ ബാക്കി ടെസ്റ്റൊക്കെ നോർമലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 2 ആഴ്ച കൂടി കഴിഞ്ഞ് വരാൻ വേണ്ടി സമയം കൊടുത്തു. എന്നിട്ട് 2 ആഴ്ച ഞാൻ അദ്ദേഹത്തിന് ഇറ്റോറിക്കോക്സിക്ക് തുറന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കൈനും കാലിനും വിരലിനും വേറെയുള്ള സ്ഥലത്ത് ഓയിൻമെൻറ്റ് തേക്കാനും വേണ്ടി പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ലോണം കുറവുണ്ടായിരുന്നു. നടുവേദനയും ഈ കൈൻ്റെയും കാലിൻ്റെയും നീർക്കെട്ടൊക്കെ വളരെ കുറവുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് 1 മാസത്തെ മരുന്ന് എഴുതി കൊടുത്തു. അതായത് മിത്തോട്രെക്സേറ്റ് 15 മില്ലിഗ്രാമും സൾഫാസലസിൻ 2 ഗ്രാം ഒരു ദിവസം കഴിക്കാനും പിന്നെ അതിൻ്റെ കൂടെ വേദനയുള്ള സമയത്ത് തേക്കേണ്ട ഓയിൻമെൻറ്റും ഒരു പെയിൻ കില്ലറായിട്ടുള്ള ടാബ്ലറ്റ് നല്ല വേദന ഉണ്ടെങ്കിൽ 1 മാസം 5 എണ്ണം കഴിക്കാനും എഴുതി കൊടുത്തു. പിന്നെ ഓയിൻമെൻറ്റ് ദിവസേന 3 നേരം 2 നേരം തടവിയ ശേഷവും വേദന കുറഞ്ഞിട്ടില്ലെങ്കിൽ കഴിക്കാൻ 5 വേദന ഗുളിക കൊടുത്തു. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ HLA-B27 പോസിറ്റീവ് ആയതുകൊണ്ടും നിങ്ങൾക്ക് ഡാക്ടിലൈറ്റിസ് ഉള്ളത് കൊണ്ടും പിന്നെ സോറിയാസിസിൻ്റെ നീൽ ചേഞ്ചസും ഉള്ളത് കൊണ്ടും മിക്കവാറും നിങ്ങൾക്ക് സ്കിൻ സോറിയാസിസ് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം 1 മാസം കഴിഞ്ഞ് വരുമ്പം കൂടുതൽ പിന്നെ ഹാപ്പി ആയിരുന്നു, വേദനയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് MRIയിൽ സേക്രോലിയാക് ജോയിൻസിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. തൊറാക്കോ ലംബാർ സ്പൈന് വളരെയധികം നോർമലായിരുന്നു. ഡിസ്കൈറ്റിസോ സ്പോണ്ടിലൈറ്റിസോ അൻഡർസൺസ് ലീഷൻസോ അതായത് ഫ്രാക്ചറുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹത്തിന് സേക്രോലിയാക് ജോയിൻറ്റ് മാത്രമേ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ ഇൻവോൾവ് ആയിരുന്നുള്ളൂ, വേറെ സ്പൈനൊന്നും ഇൻവോൾവ് ആയിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ടോഫസാറ്റിനിബ് എന്ന് പറഞ്ഞ് പുതിയ മരുന്ന് തരാം, അത് ഈ രോഗത്തിന് കാരണമായിട്ടുള്ള TNF ആൽഫ എന്ന് പറഞ്ഞ ഒരു കെമിക്കലിനെ ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു. പക്ഷേ ഈ TNF ആൽഫ എന്ന് പറഞ്ഞ കെമിക്കൽ ഈ അസുഖം ഉണ്ടാക്കുമെങ്കിലും നമുക്ക് TBക്കെതിരെയുള്ള രോഗപ്രതിരോധ ശക്തി നൽകുന്നത് TNF ആൽഫ എന്ന് പറഞ്ഞ കെമിക്കലാണ്. അപ്പം ഈ TNF ആൽഫ തടുത്ത് കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും TBൻ്റെ അംശം നമ്മുടെ ശ്വാസകോശത്തിലോ രക്തത്തിലോ ഉണ്ടെങ്കിൽ നമ്മൾ TNF ആൽഫനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് ആക്റ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 24 TB ഗോൾഡ് എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റും ചെസ്റ്റ് എക്സ്റേയും കൂടി ചെയ്തിട്ട് 2 ആഴ്ച കൂടി വരാൻ വേണ്ടി പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പം ചെസ്റ്റ് എക്സ്റേ നോർമലായിരുന്നു, 24 TB ഗോൾഡ് നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് ഈ മരുന്നിൻ്റെ കൂടെ ജാക്നിബ്സ് അതായത് ടോഫസാറ്റിനിബ് എന്ന് പറഞ്ഞ മരുന്ന് 5 മില്ലിഗ്രാമിൽ 2 എണ്ണം കൂടി കൂടിച്ചേർത്തു. പിന്നെ ഞാൻ അദ്ദേഹത്തോട് 2 ആഴ്ച കൂടി കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പം 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വരാൻ വേണ്ടി പറഞ്ഞത് അദ്ദേഹത്തിന് നടു ഫ്യൂസായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഈ ഡിസ്കിന് ന്യൂക്ലിയസ് പൾപ്പോസിസും ആനലസ് ഫൈബ്രോസിസും എന്ന് പറഞ്ഞ 2 അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ആനലസ് ഫൈബ്രോസിസിൻ്റെ ഔട്ടർ ലെയേഴ്സിൻ്റെ കാൽസിഫിക്കേഷൻ കൊണ്ട് സിൻഡോസ്മോഫൈറ്റ് ഫോം ചെയ്തിട്ട് അഡ്ജസ്റ്റൻ്റ് വെർട്ടിബ്രയെല്ലാം ഒന്നാകാനുള്ള ചാൻസസ് ഉണ്ട്. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാസ് എന്ന് പറഞ്ഞ മരുന്ന്, അതായത് സൾഫസലസിൻ എന്ന് പറഞ്ഞ മരുന്നും അതിൻ്റെ കൂട്ടത്തിൽ ടോഫസാറ്റിനിബ് എന്ന് പറഞ്ഞ മരുന്നും കൊടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഞാൻ ലോ ബാക്ക് എക്സസൈസും സ്പൈനൽ എക്സ്റ്റൻഷൻ എക്സസൈസും എയറോബിക് സ്ട്രെച്ചിങ് എക്സസൈസും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതും കൂടി അദ്ദേഹം ചെയ്തു. പിന്നെ 1 മാസത്തിന് ശേഷം അദ്ദേഹം വരുമ്പം ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, അതായത് CBC, ESR, SGPT, ക്രിയാറ്റിൻ ഇതൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അപ്പം അദ്ദേഹം ഈ എക്സസൈസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെയും 1 മാസം കഴിഞ്ഞ് വരണം അദ്ദേഹം കൂടുതൽ പ്രശ്നവതനായി കാണപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എങ്ങനെയോ ഗൂഗിളൊക്കെ നോക്കിയിട്ട് ഈ B27 പോസിറ്റീവ് ആണെങ്കിൽ കുറച്ച് കാര്യമായിട്ടുള്ള അസുഖമാണ്, കുറച്ച് കാലം മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായി കാണപ്പെട്ടു. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കുറേ ആൾ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചർമ്മത്തിൽ സോറിയാസിസ് വരും, പിന്നെ മാത്രമേ സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരുള്ളൂ എന്നാണ്. പക്ഷേ 20% ആൾക്കാർക്ക് ആദ്യം സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരാം, പിന്നെ സ്കിൻ സോറിയാസിസ് വരാം, അല്ലെങ്കിൽ നെയിലിൽ നഖത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ കാണാം, അല്ലെങ്കിൽ സ്കാൽപ്പിൽ സോറിയാസിസ് വരാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നാൽ ഈ ജീൻസൊക്കെ പോസിറ്റീവായിട്ട്
ആംഗുലേഷൻ സ്പോണ്ടിലൈറ്റിസ് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഞാനിപ്പം പറഞ്ഞ പോലെ അസുഖം വന്നു കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. നമ്മൾ രോഗത്തിന് അംഗീകരിക്കുക, എന്നിട്ട് അതിനുള്ള മരുന്നും എക്സസൈസും ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ എപ്പോഴും പറഞ്ഞതാണ് പേഴ്സണൽ ഡൊമൈൻ, പ്രൊഫഷണൽ ഡൊമൈൻ, സോഷ്യൽ ഡൊമൈൻ. പേഴ്സണൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ വാദത്തിന് അസുഖമുള്ള ആൾ സ്വന്തമായിട്ട് വാഷ്റൂമിൽ പോകണം, ബാത്റൂമിൽ പോകണം. പ്രൊഫഷണൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ അസുഖമുള്ള ആൾ മരുന്ന് കഴിച്ചിട്ട് ജോലി ചെയ്തിട്ട് ചികിത്സക്കും സ്വന്തം ചെലവിലുള്ള പൈസ സ്വയം സമ്പാദിക്കണം, പറ്റിയാൽ കുടുംബത്തിനുള്ള പൈസയും സ്വന്തം സമ്പാദിക്കണം. പിന്നെ സോഷ്യൽ ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹികമായിട്ട് നമുക്കുള്ള കടപ്പാട് മൊത്തം നിർവഹിക്കണം. നമ്മൾ വിളിച്ച കല്യാണത്തിന് പോകണം, ഗൃഹപ്രവേശത്തിന് പോകണം, അങ്ങനെ സാമൂഹികമായിട്ട് എല്ലാ തലത്തിലും നമ്മൾ പങ്കെടുക്കണം. പേടിക്കാനൊന്നുമില്ല. ഇങ്ങനത്തെ അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖത്തിന് അംഗീകരിച്ച് ആ കാലഘട്ടത്തിൽ ഏറ്റവും സൊഫിസ്റ്റിക്കഡ് ആയിട്ടുള്ള മരുന്ന് കഴിക്കുക, എന്നിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. അപ്പം ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ പറഞ്ഞ വ്യക്തി ഇപ്പം വളരെയധികം പ്രസന്നവതനായിട്ട് മരുന്നൊക്കെ കഴിച്ച് വളരെയധികം സന്തോഷത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ ഡൊമൈൻ, പ്രൊഫഷണൽ ഡൊമൈൻ, സോഷ്യൽ ഡൊമൈനൊക്കെ പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ മരുന്നിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞ ലോ ബാക്ക് എക്സസൈസും സ്പൈനൽ എക്സ്റ്റൻഷൻ എക്സസൈസും എയറോബിക് സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഫുട്ബോളും കളിക്കുന്നത് നല്ല എക്സസൈസ് ആണ്. ഫുട്ബോൾ, ഷട്ടിൽ കോക്കൊക്കെ ഉള്ള ഈ ഷട്ടിൽ കോക്കൊക്കെ ആംഗുലേഷൻ സ്പോണ്ടിലൈറ്റിസിന് നല്ല എക്സസൈസ് ആണ്. മരുന്നിൻ്റെ കൂടെ എക്സസൈസും ചെയ്യുക, എന്നിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുക. ഇതാണ് എനിക്ക് ഈ സീറോ നെഗറ്റീവ് സ്പോണ്ടിലോആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിനോട് എനിക്ക് പറയാനുള്ളത്. സീറോ നെഗറ്റീവ് സ്പോണ്ടിലോആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് ആർത്രൈറ്റിസ്, ആംഗുലേഷൻ സ്പോണ്ടിലൈറ്റിസ്, എൻഡ്രോപ്പത്തിക് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഇത്രയും ആർത്രൈറ്റിസ് ഉള്ളവർക്ക്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ മംഗലാപുരം, അത്താവരം അമൃത മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലോ അല്ലെങ്കിൽ കാഞ്ഞങ്ങാടുള്ള സഞ്ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വന്നാലും മതി. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.